ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണ്. രാവിലെ മക്കൾ രണ്ടുപേരും പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വിശക്കാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേർക്കും പാലൊക്കെ കൊടുത്തിരുന്നു. വാവ പാലും കുപ്പിയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ. പിന്നെ സാറ്റർഡേ ആണല്ലോ, പതിവ് പോലെ നേരം വൈകിയായിരുന്നു. ഞാനൊന്നാലും ഇവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും വഴക്കിടുകയോ അടികൂടുകയോ ചെയ്താലോ പേടിച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം കളിച്ചു. പിന്നെ ഞാൻ വീടിനകത്തേക്ക് പിടിച്ച് കയറ്റി. ഞങ്ങൾക്ക് വീട് തീരെ ചെറുതാണെങ്കിലും മുറ്റം ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ കളിപ്പിക്കാൻ അങ്ങനെ വിടാനൊരു ധൈര്യമില്ല. വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആവുകൊണ്ട് ഒപ്പം ഒരാൾ വേണം. അപ്പൊ എനിക്ക് രാവിലെ പണികളൊന്നും ഒരുങ്ങാത്തോണ്ട് ഞാൻ ഇവരെ പിടിച്ച് അകത്തേക്ക് കയറ്റി. എനിക്ക് രാവിലത്തേക്കും ഉച്ചത്തേക്കും രാത്രിത്തേക്കുള്ളതൊക്കെ റെഡിയാക്കണം. ഇന്ന് സാറ്റർഡേയും കൂടെയാണല്ലോ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഇവർക്ക് വിശക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു സ്മൂത്തി അടിക്കാൻ വിചാരിച്ചു. ഫ്രൂട്ട്സ് എല്ലാം കൂടെ, ആപ്പിളും പഴവും പാലും ഒഴിച്ചിട്ട്. വാവ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വാരി കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് സ്മൂത്തി റെഡിയാക്കി. പിന്നെ ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചു. ചിയ സീഡും ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴാ കുടിക്കാമെന്ന് അറിയില്ല. റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും പോയി എടുത്ത് കുടിക്കും. വാവ ദേൻ്റെ കൂടെ കൂടിയുണ്ട്. ആ കുഞ്ഞിക്കൈയും വെച്ച് ഇതെല്ലാം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുള്ള പരിപാടിയില്ല. പിന്നെ ഇത് റെഡിയാക്കി ജ്യൂസ് മക്കൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇത് എൻ്റെ വേർഷൻ ഓഫ് പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓക്കെ വരാറുണ്ട്. ഒരു മുട്ട എടുക്കാറ്, അതിലേക്ക് ബനാന അധികം ഉള്ളതുകൊണ്ടും പിന്നെ മധുരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴം ഇവിടെ എപ്പോഴും ഉണ്ടാവും. അത് ഇട്ടു, 2 റോബസ്റ്റ പഴം ഇട്ടു, മുട്ട ഇട്ടു, ഒരു ലേശം വാനില എസൻസും. പിന്നെ ഇത് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി 2 കപ്പ്, 2 കപ്പൊന്നും ഉണ്ടാവില്ല, ഒരു 1.5 കപ്പ്. പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് അത് ആദ്യം ഒന്ന് മിക്സാക്കി പിന്നെ അതിലേക്ക് വീണ്ടും പാൽ ഒഴിച്ച് ലൂസാക്കി അങ്ങനെ പാൻ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി വെച്ചു. ശരിക്കും പാനിൽ ബട്ടറാണ് തേക്കേണ്ടത്. എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നെയ്യ് തേച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ശീലമായിരുന്നു. പിന്നെ ഇത് ശരിക്കും പാൻ കേക്ക് ഉണ്ടാക്കുന്നത് മൈദയും കൊണ്ടാണ്. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഇതാവുകൊണ്ട് ഞാൻ അങ്ങനെ മൈദ അധികം യൂസ് ചെയ്യാറില്ല. ഇപ്പം ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയതിനു ശേഷം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. ആ റോബസ്റ്റ പഴം ഇട്ടതിൽ നല്ല മധുരം ഉണ്ടാവും. ഇവർക്ക് മധുരമുള്ള എന്തെങ്കിലും ആയാൽ മതി. അതും ദേവുട്ടിക്കാണ്. വാവയ്ക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ദേവുട്ടിക്കാണ് എല്ലാതിൻ്റെയും ടേസ്റ്റ് കുറച്ചും കൂടെ അറിയാവുന്നതുകൊണ്ട് ഇച്ചിരി മാറിയാൽ തന്നെ അറിയും. അപ്പോൾ എനിക്കിത് ഇങ്ങനെ വേണ്ട അങ്ങനെയൊക്കെ പറയും. ഭാവിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ അവൾ കഴിക്കും. അങ്ങനെ എന്തൊക്കെയായാലും രണ്ടുപേരും രാവിലെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചു. അങ്ങനെ എൻ്റെ രാവിലത്തെ വലിയൊരു ചലഞ്ച് കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്ക് ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ പോകുന്നത് കേക്ക് ഉണ്ടാക്കാൻ പോവാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് തേഴ്സ്ഡേ. അപ്പോൾ വർക്കിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു പാർട്ടി പ്ലാൻ ചെയ്തതാണ്, ഞാനും ആശ ചേച്ചി. ആശ ചേച്ചി എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. ഇവരൊന്നും ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒക്കെ ചേച്ചിമാർ അല്ലെങ്കിൽ എൻ്റെ സെയിം ഏജ് അങ്ങനെയാണ്. അപ്പം ഇതങ്ങനെയുള്ള എൻ്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം ഞങ്ങൾ അത് പ്ലാൻ ചെയ്ത് ഞാനും ആശ ചേച്ചിയും കൂടെ ഇങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാം, ആശ ചേച്ചി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുഞ്ഞു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബേക്കറൊന്നുമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുവാവയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ ഉണ്ടാക്കാനൊന്നും അവസരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. എന്നാലും തരക്കേടില്ലാതെ ഞാനൊരു കേക്കൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ പറയാം. ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് കൊക്കോ പൗഡർ ഇട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. എന്നിട്ട് അതിലേക്ക് 1
ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും പൊടികളെല്ലാം കൂടെ നല്ലപോലെ അരിച്ച് 2-3 തവണ മിക്സാക്കി മാറ്റി വെച്ചു. എന്നിട്ട് 4 മുട്ട എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു ബീറ്റർ വെച്ചിട്ട്. എൻ്റെ കയ്യിലുള്ള അത്ര നല്ല പെർഫെക്റ്റ് ബീറ്റർ ഒന്നുമല്ല, പക്ഷെ ഞാനിങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതെനിക്ക് ഓക്കെയാണ്. ആ വാനില എസൻസ് മുട്ടയും നല്ലപോലെ ബീറ്റ് ആയതിനു ശേഷം 1 കപ്പ് മൈദ എടുത്തിച്ച 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ചീശെ ഇട്ടിട്ട് മിക്സാക്കി നല്ല ഫോം ആക്കി എടുക്കണം. നല്ല അടിച്ചടിച്ച് പതയാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതല്ലെങ്കിൽ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, അത് അതിൻ്റെ അളവ്. അങ്ങനെ അതൊക്കെ നല്ലപോലെ മിക്സാക്കി എന്നിട്ട് അതിക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലില്ലേ, കുക്കിംഗ് ഓയിൽ, അതും എടുത്തൊഴിച്ച് മിക്സാക്കി. എന്നിട്ട് പിന്നെ ഈ അരിച്ച് മാറ്റി വെച്ച പൗഡറില്ലേ കുറച്ചായിട്ട് ഇട്ടിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് ഞാൻ ബീറ്റ് ചെയ്തിട്ടില്ലേ, ആ ബീറ്ററിൻ്റെ ഫോക്ക് അത് വെച്ചിട്ട് ചുമ്മാ അതുകൊണ്ട് ഇളക്കി മിക്സായ ചെയ്ത്. ഇനി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് മിക്സായി പോകും. അപ്പം അങ്ങനെ കുറച്ച്. എന്നിട്ട് പിന്നെ പാലൊഴിക്കും അവസാനം. അതൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതും കൂടെ മിക്സാക്കി എടുത്ത് അത് സെറ്റാക്കി വെച്ചു. ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കേക്ക് ടിന്നിൽ ഓയിലൊക്കെ പുരട്ടി പിന്നെ അതിൻ്റെ പാകത്തിന് ബേക്കിംഗ് പേപ്പറും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു അലുമിനിയം പാത്രം, അടപ്പുള്ള ഒരു അലുമിനിയം പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്. ആ നേരം കൊണ്ടാണ് ഞാൻ ഈ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കിയത്. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിക്ക് ഞാൻ കേക്ക് ടീന് ഇറക്കി വെച്ച് 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണത്. അപ്പോൾ അത് അടച്ച് വെച്ചു. ഇനി ഒരു 35 മിനിറ്റ് അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആവും. അത് എൻ്റെ കയ്യിൽ ഓവൻ ഉണ്ട്. ഇവിടെ സാമ്പിയയിൽ കുറേ നാളായിട്ട് കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ ഞാൻ 1-2 തവണ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇത് ഓവനിൽ വെച്ച് ഓണാക്കി വെക്കും. പകുതിയിൽ കറണ്ട് പോയിട്ട് അങ്ങനെ 2 തവണ എൻ്റെ ഈ കേക്ക് ബാറ്റർ മോശമായി പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ എപ്പോഴും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെക്കുക, കാരണം ഇത് എനിക്ക് യൂസ്ഡായി നല്ലപോലെ കിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ആ കേക്ക് ടീന് ആ അലുമിനിയം പാത്രത്തേക്ക് ഇറക്കി വെച്ചു. എൻ്റെ കയ്യിൽ അതിനുള്ള ഗ്ലൗസ് ഒന്നുമില്ല, അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ കൈ പൊള്ളും. എന്നിട്ട് അത് ഇറക്കി വെച്ചു, അടച്ചു വെച്ചു. ഇനി ഇത് ഇടയിലൊന്നും പോയി തുറക്കരുത്. ഇടയിൽ തുറന്നു കഴിഞ്ഞാൽ അതങ്ങ് ചുങ്ങിപ്പോവും. അപ്പോൾ 35 മിനിറ്റ് അലാറം വെച്ചിട്ട് ഞാൻ വാവിനെ കുളിപ്പിക്കാൻ പോയി. അപ്പോഴത്തെ കേക്ക് റെഡിയായി. ഞാനത് വാങ്ങി വെച്ചു. അങ്ങനെ കേക്കിൻ്റെ സ്പോഞ്ച് തണുക്കാൻ മാറ്റി വെച്ചു. വാവയുടെ കുളിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള ഒന്നും റെഡിയാക്കിയിരുന്നില്ല. അപ്പോൾ വേഗം ചോറിനുള്ള അരി ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു. ഇവിടുന്ന് വാങ്ങിക്കുന്ന മട്ടരി വേവാൻ നല്ല സമയം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അത് ഇത്തിരി കുതിരാൻ വെക്കും. അപ്പോൾ ഞാൻ ഈ കേക്കൊക്കെ സ്പോഞ്ചൊക്കെ തണുപ്പിക്കാൻ വെച്ച് വാവേനെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ചോറിനുള്ള അരി അടുപ്പത്ത് വെച്ചു. ഇപ്പോഴത്തേക്കിനെ ഉച്ചയായി. ഉച്ചയ്ക്ക് എനിക്ക് 1-1:30 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനി ചോറാവുന്ന നേരം കൊണ്ട് സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു. ഇത് സാമ്പാർ വയ്ക്കുന്ന ഒന്നുമല്ല, നാളെ സൺഡേ അല്ലേ. അപ്പോൾ സൺഡേ എനിക്ക് കുറച്ച് ഫ്രീ ആയിരിക്കണം. അതിന് വേണ്ടി കുറച്ച് അധികം കറി വയ്ക്കും. സാമ്പാറാകുമ്പോൾ രാവിലെ ദോശയ്ക്കും ഇത് എടുക്കാം, ഉച്ചത്തേക്ക് കറിക്കും സാമ്പാർ എടുക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സാമ്പാറാക്കുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോൾ റെഡിയാക്കി വെച്ചാലും ഞായറാഴ്ച ഒന്നിനും നേരം കിട്ടില്ല. ശരിക്കും അതങ്ങനെയായിരിക്കും. കുഞ്ഞു മക്കളുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും നമുക്ക് എത്ര ആൾക്കാരെ സഹായിക്കാനുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ചില നേരത്തൊക്കെ എനിക്കത് ഭയങ്കര ഓവർലോഡായി ഫീൽ ചെയ്യും. കാരണം ഞാൻ ദേവൂട്ടി ആയ സമയത്തൊക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും അറിയേണ്ടിയിരുന്നില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെക്കും. കുഞ്ഞിൻ്റെ കാര്യവും അമ്മ കുളിപ്പിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു വാവ ജനിച്ചതും വാവിൻ്റെ ആ ചെറിയ സമയമൊക്കെ ഇവിടെ തന്നെ, കംപ്ലീറ്റ് ഇവിടെ തന്നെ. ഇടയിൽ 4 മാസം നമ്മൾ നാട്ടിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അവളെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കുന്നത്. ആ ഡെലിവറി സമയത്ത് മാത്രം അമ്മ ഒരു 2 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാർ, എനിക്കിവിടെ സഹായത്തിന് മെയ്ഡൊക്കെ വരുന്നുണ്ട്. എന്നാലും ചില നേരത്തൊക്കെ ഭയങ്കര ഒന്നിനും സമയമില്ലാത്ത ഫീലാവും. അപ്പോൾ അങ്ങനെ കുറേ കഥ പറഞ്ഞല്ലേ. അങ്ങനെ സൺഡേക്കുള്ള സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ കേക്കിനുള്ള വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തത്. കുറച്ച് അധികം എടുത്തു, കാരണം എപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോഴും വിപ്പിംഗ് ക്രീം തികയാതെ വരും. അപ്പം ഞാൻ ഏതാ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് നല്ലത്. ഇത് ഇവിടെ ഒരു ബേക്കിങ്ങിനുള്ള എല്ലാ സാധനം കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, ബേക്കേഴ്സ് മാർട്ട് അങ്ങനെ എന്തോ ആണ്. അവിടുന്ന് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ വാങ്ങിച്ചിട്ട് അതിൽ 1 കപ്പ് പൗഡറിന് 1 കപ്പ് പാല് ആ റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ അത് മിക്സ് ചെയ്ത്
അത് പിന്നെ ഒന്ന് തണുപ്പിക്കും. എന്നിട്ട് പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം കിട്ടും. എന്നിട്ട് കുറച്ച് നേരം ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വിപ്പിംഗ് ക്രീം സെറ്റായി കിട്ടും. എന്നിട്ട് എൻ്റെ കേക്ക് സെറ്റായി വന്നു. സ്പോഞ്ച് നല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു സ്പോഞ്ച്. അപ്പോൾ പിന്നെ ഏട്ടനാണ് എനിക്ക് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നത്. ഇങ്ങനെ അതൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ഇങ്ങനെ പുരട്ടി വെച്ച്. എൻ്റെ കയ്യിൽ അധികം ഈ കേക്ക് ഉണ്ടാക്കുന്ന ടൂൾസ് ഒന്നുമില്ല. ഉള്ളത് വെച്ചിട്ട് എല്ലാം ഞാൻ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടിപൊളി ബേക്കറൊന്നുമല്ല. എന്നാലും ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിനൊക്കെ ഇവർ നല്ലത് പറയാറുണ്ട്. ഓക്കെ, ഞാനങ്ങനെ കേക്കൊക്കെ റെഡിയാക്കി. ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഒഴിക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് എനിക്ക് തോന്നുന്നു ഈ വിപ്പിംഗ് ക്രീം ഞാൻ എടുക്കുന്നത് നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ സ്പോഞ്ച് ഭയങ്കര മധുരമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ സ്പോഞ്ചിൽ ഷുഗർ സൊല്യൂഷൻ അധികം ഒഴിച്ചില്ല. എന്നിട്ട് വിപ്പിംഗ് ക്രീം ഒഴിക്കുക ചെയ്ത്. അതിങ്ങനെ നമ്മൾ ടേണിംഗ് ടേബിൾ തിരിക്കുമ്പോൾ അത് ആ സ്പൂണിൽ അത് പോരുന്നത് അതിൽ ഷുഗർ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കേക്ക്. ഞാൻ ഉണ്ടാക്കേണ്ടി പറയല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കണം, എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെ മക്കൾക്ക് എക്സാമും അതിൻ്റെ ഇടയിൽ കുറച്ച് വയ്യായൊക്കെ വന്നതിൽ ആകെ ബിസി ആയിപ്പോയി. ഇത് ഞാൻ ആ ഷുഗർ സൊല്യൂഷൻ ഒഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരും അധികം മധുരം, ഭയങ്കര മധുരം ഇഷ്ടപ്പെടാത്തവരാ. എൻ്റെ ഏട്ടനും ഒഴികെ ബാക്കി എല്ലാവർക്കും അത്രയും മധുരം വേണ്ട. അപ്പം നമ്മൾ ആ ഷുഗർ സൊല്യൂഷൻ ഒഴിച്ചില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലെയറിലും കണ്ടോ ഞാൻ കുറച്ച് ഒഴിച്ചു തോന്നുന്നു. കാരണം അത് മുകളിലല്ലേ, അങ്ങനെ എന്തോ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കണ്ടേ, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊഴിച്ചാൽ അത്രയൊന്നും പോരാ, കുറച്ചും കൂടെ അധികം ഒഴിച്ചാലാണ് ഈ വിപ്പിംഗ് ക്രീം അതിൽ നേരെ നിൽക്കുക. എന്നിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റ് ചെയ്ത് ചുറ്റും നല്ലപോലെ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചു. ഇതിനെ ശരിക്കും ബേക്കേഴ്സ് പറയുന്നത് ക്രം കോട്ട് ചെയ്യാന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുത്തു. ഇത് ചോക്ലേറ്റ് കേക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ ലെയർ ചെയ്യുന്നതിലൊന്നും അധികം ഒന്നും ഇട്ടിട്ടില്ല. ഒരു ചോക്ലേറ്റും കിട്ടിയില്ല എനിക്ക് അന്നേക്ക്. അപ്പം ഞാൻ നമ്മുടെ ഉണ്ടായിരുന്ന ഈ ഡെയറി മിൽക്ക് അതൊക്കെ അല്ലേ, ആ ചോക്ലേറ്റൊക്കെ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതാണ് ലെയറിൽ ഇട്ടത്. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി, അതിൻ്റെ നാലുപുറമൊക്കെ വൃത്തിയാക്കി ഇതൊന്ന് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്രം കോട്ട് ചെയ്തു. ഇത് ഞാൻ നല്ലൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നുള്ളേ. എന്നിട്ട് ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. അധികം നേരമൊന്നും വെച്ചില്ല, കാരണം ഞങ്ങൾ 4 മണിക്കാണ് പ്ലാൻ ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് 2:30-3 മണിയായി. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച ഒന്ന് സെറ്റായിന് അപ്പം തന്നെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ആ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമില്ലേ, അതിൻ്റെ ബാക്കിയിൽ തന്നെ 2 പോർഷനാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഒന്നിൽ ബ്ലൂ കളറും ഒന്നിൽ പിങ്ക് കളറും കൊടുത്തു. വെറുതെ എന്തെങ്കിലും കളറൊക്കെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഈ 2 കളറും എനിക്കിഷ്ടമാണ്. നല്ലപോലെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം, അത് നല്ല ഒരാഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ വാവച്ചിരിയും കൂടെ ഒന്ന് വലുതായി അവളൊന്ന് അടങ്ങിയിരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ റെഡിയാക്കുക. അപ്പോൾ ഈ പിങ്ക് കളറ് അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല. അതിങ്ങനെ കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചാലേ സെറ്റായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സിൽവർ കളർ ഇങ്ങനെ അതിൻ്റെ മുകളിലിടുന്ന ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു. ഈ ഷുഗർ ബോൾസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലിട്ട്, പിന്നെ പേര് എഴുതാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പം പിന്നെ ലേറ്റ് ആവും ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ പേര് എഴുതിയില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അത് വെച്ചു. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് വെച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി. ഇപ്പോൾ ജെനീൻ്റെ വീട് ആശ്ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അവിടെ നിന്ന് അധികം ക്ലിപ്പൊന്നും എടുത്തില്ല, ആ കേക്ക് കട്ട് ചെയ്യുന്ന മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേൾ ജെനി. അപ്പം നമ്മൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് തിരിച്ചു പോന്നു. ഇന്ന് അത്യാവശ്യം നല്ല മഴ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് വാവിൻ്റെ റെയിൻ ഗോയവേ നിങ്ങൾ കേട്ടല്ലോ. അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു, നമ്മൾ തിരിച്ചു പോന്നു. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് രാത്രി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഒത്തിരി ലേറ്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ റെഡിയായി അടുത്ത ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ ഇറങ്ങി. അത് കുറച്ച് ഒത്തിരി ദൂരെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോഴേ എനിക്ക് ആ വീടിൻ്റെ അകത്തൊന്ന് കയറി നിൽക്കാനേ പറ്റിയില്ല. ഈ കൊച്ച് വാവ അവിടെ ആരുടെയോ ഒരു ചെയർ കൊടുത്തിട്ട് ആർക്കും കൊടുക്കാതെ അതും പിടിച്ചോണ്ട് കിടക്കുക. പിന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവളുടെ കൂടെ കളിക്കാൻ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്യുന്ന കണ്ടു. വാവ എന്തായാലും മുന്നിൽ തന്നെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ നോക്കി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേക്കൊക്കെ അതിൽ ആ സ്പൈഡർമാൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുകയെന്ന് തോന്നുന്നു.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഒപ്പം ഞാൻ വാവയ്ക്കുള്ള ഫുഡും കൊടുത്തു. ഇഡ്ഡലി സാമ്പാറും കൂട്ടി അവള് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവള് കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം കൊടുത്തു, പിന്നെ ബാക്കിയെല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാം കഴിച്ചു. ഇത് കണ്ടില്ലേ, വാവയും മോളും കൂടെ ആകെ ബഹളായി അവിടെ. പിന്നെ ദേവുട്ടി ഏട്ടനും കൂടെ അവരെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കുറച്ചു നേരം കളിപ്പിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്ക് ആ വീടിൻ്റെ അകത്ത് കയറാനേ അധികം പറ്റിയില്ല. ഈ വാവ ഫുള്ള് പുറത്ത് പിള്ളേരുടെ കൂടെ ഓടിക്കളിക്കായിരുന്നു. പിന്നെ നമ്മളങ്ങനെ രാത്രിയായില്ലോ, അപ്പോൾ ഇറങ്ങാം, വീട്ടിലേക്ക് തിരിച്ചു പോരാ വിചാരിച്ചു. എന്നിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ശനിയാഴ്ച വിശേഷങ്ങൾ. നിങ്ങൾക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.